അക്ഷരെ നമ്മുടെ രാജ്യം, അതായത് സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പോരാട്ടങ്ങളിലൊന്നായിരുന്നു കാർഗിൽ യുദ്ധം, അല്ലേ? അങ്ങനെ ആ കാർഗിൽ യുദ്ധ സ്മരണയ്ക്ക് 26 വയസ്സ് തികയുന്ന ദിവസം കൂടിയാണ് ഇന്ന്. ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞുകയറി പിടിച്ചടക്കിയ കാർഗിലിലെ ഉയർന്ന പോസ്റ്റുകളടക്കം 3 മാസത്തോളം നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യ അവ തിരിച്ചു പിടിച്ചത്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന ഏടായിരുന്നു കാർഗിൽ യുദ്ധം. 1999 മെയ് മാസത്തിലാണ് സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പോരാട്ടം ആരംഭിച്ചത്. ദ്രാസിൽ മഞ്ഞിന്റെ മറവിലൂടെ നുഴഞ്ഞുകയറിയ പാകിസ്ഥാൻ സൈന്യത്തെ ആടിനെ മേയ്ക്കാനെത്തിയ താഷി നഗ്യാൻ എന്ന ആട്ടിടയനാണ് കണ്ടെത്തിയത്. താഷി വിവരം ഇന്ത്യൻ സൈന്യത്തെ അറിയിച്ചപ്പോഴേക്കും സമുദ്രനിരപ്പിൽ നിന്ന് 16,000 മുതൽ 18,000 അടി വരെ ഉയരമുള്ള പ്രദേശങ്ങളെല്ലാം പാകിസ്ഥാൻ സൈന്യത്തിന്റെ കൈപ്പിടിയിലായി. തന്ത്രപ്രധാന മേഖലയായ ടൈഗർ ഹില്ലിലടക്കം പാകിസ്ഥാൻ സൈന്യമെത്തി. പിന്നീട് കണ്ടത് അതിശക്തമായ പോരാട്ടമായിരുന്നു. ജൂലൈ 8 ടൈഗർ ഹിൽ തിരിച്ചുപിടിക്കാനായതാണ് കാർഗിലിൽ വിജയം നേടാൻ ഇന്ത്യക്ക് സഹായകരമായത്. ജൂലൈ 14 പാകിസ്ഥാനുമേൽ ഇന്ത്യ വിജയം നേടിയതായി അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പ്രഖ്യാപിച്ചു. ജൂലൈ 26 യുദ്ധം അവസാനിച്ചതായുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വന്നു. 527 സൈനികരാണ് കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യക്കായി വീരമൃത്യു വരിച്ചത്. 1998 നവംബറിൽ പ്രതികൂല കാലാവസ്ഥ മറയാക്കിയായിരുന്നു പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റം ആരംഭിച്ചത്. കനത്ത മഞ്ഞുവീഴ്ചയ്ക്കിടെയായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമം ആരംഭിക്കുന്നത്. വളരെ മുന്നൊരുക്കത്തോടെയായിരുന്നു പാകിസ്ഥാന്റെ നുഴഞ്ഞുകയറ്റം. തീവ്രവാദികളുടെ വേഷത്തിൽ പട്ടാളക്കാരെ അതിർത്തി കടത്തി ശ്രീനഗർ കാർഗിൽ ഹൈവേ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അധീനതയിലാക്കുകയായിരുന്നു ലക്ഷ്യം. 1999 ജൂലൈ 26 മുതൽ കാർഗിൽ വിജയ് ദിവസായി ഇന്ത്യ ആചരിക്കുകയാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.